നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. രേവതി നക്ഷത്രമാണ്. 25 നക്ഷത്രങ്ങൾ അവസാന നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് ജന്മത്തെ ശനിയാണ് എങ്കിൽ പോലും 4 വ്യാഴം നിൽക്കുന്ന അവസ്ഥ കൊണ്ടാണ് പല തരത്തിലുള്ള സുഖങ്ങൾ അവരവൻ്റെ സമയം അനുസരിച്ച് മാതാപിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് വളരെ ഗുണകരമായിട്ട് പറയാവുന്ന അവസ്ഥയൊക്കെ വന്നുകയും ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് വല്ല അവസാനം വർഷാവസാനം നല്ല സമയം ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. പുതിയ ബിസിനസ്സിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകുന്നതായിരിക്കും. കുടുംബ ക്ഷേത്രത്തിലേക്കായിട്ട് സമയം ധനമൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. കടബാധ്യതകൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും കുറച്ച് യാത്രകൾ നടത്തേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. എല്ലാ രംഗങ്ങളിലും ഊർജ്ജസ്വലതയും കാര്യശേഷിയും പ്രദർശിപ്പിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും. പത്രപ്രവർത്തകർക്ക് ഗ്രന്ഥകാരന്മാർക്കും എന്തെങ്കിലുമൊക്കെ ബഹുമതികൾ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. വീട്ടിലെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന യുവജനങ്ങൾക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹത്തിന് നല്ല സമയം തന്നെയാണ്. അന്തരിച്ച വ്യക്തികളുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഇവർക്ക് ലഭിച്ചു എന്ന് വരാം. ജനമധ്യത്തിൽ സ്വാധീനം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഇവർക്കുണ്ടാവും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിൽ പോലും അലച്ചിൽ കുറച്ച് കൂടുതലായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവർക്കായാലും അവരുടെ ആ ഒരു വ്യക്തിപ്രഭാവം ഇവർക്ക് പ്രതിഫലിക്കാൻ കഴിയുന്നതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അച്ചടക്കം വേണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. പൊതുവെ ഇവർക്ക് ഈ ഒരു വർഷം വളരെ ശ്രേയസ്കരമായിട്ട് നമുക്ക് പറയാവുന്നതാണ്.